അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും അദാലത്തിനായി കോടികൾ ചെലവഴിക്കാൻ സർക്കാർ. കരുതലും കൈത്താങ്ങും അദാലത്തിനായാണ് 3 കോടിയോളം രൂപ ചെലവഴിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന് മാത്രം 26 ലക്ഷം രൂപ ചെലവഴിക്കാനാണ് നീക്കം. കോടികൾ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിന് പിന്നാലെയാണ് വീണ്ടും മന്ത്രിമാർ അദാലത്തുകളുമായി താലൂക്കുകളിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ തവണ നടത്തിയതുപോലെ കരുതലും കൈത്താങ്ങുമെന്ന പേരിലാണ് ഇത്തവണയും അദാലത്ത്. ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാനെന്ന പേരിൽ സംഘടിപ്പിക്കുന്ന അദാലത്തിനായി പക്ഷേ കോടികളാണ് ചെലവഴിക്കുന്നത്. 26 ലക്ഷം രൂപയ്ക്കടുത്ത് ഉദ്ഘാടനത്തിന് മാത്രം ചെലവഴിക്കാനാണ് അനുമതി. 3 ലക്ഷം രൂപ ഓരോ താലൂക്കിലും മന്ത്രിമാർ സംഘടിപ്പിക്കുന്ന അദാലത്തിനായി ചെലവഴിക്കും. ഇതുപ്രകാരം കണക്ക് കൂട്ടിയാൽ അദാലത്ത് കഴിയുമ്പോൾ 3 കോടി രൂപയ്ക്കടുത്ത് ആകെ ചെലവ് വരും. കഴിഞ്ഞ തവണ നടത്തിയ അദാലത്തിലെ പരാതികൾ ഇനിയും പരിഹരിക്കപ്പെടാത്തതിൽ വ്യാപക വിമർശനം ഉയർന്നിരുന്നു. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ നൽകിയ പരാതികളും പരിഹരിക്കപ്പെട്ടിട്ടില്ല. ഇതിനൊപ്പമാണ് കോടികൾ ചെലവഴിച്ച മുഖ്യമന്ത്രിയുടെ പരാതി പരിഹാര സംവിധാനമുള്ളത്. ഇവിടെയും പരാതികൾ കെട്ടിക്കിടക്കുകയാണ്. സാമ്പത്തിക പ്രതിസന്ധി കാരണം സംസ്ഥാനത്ത് അർഹമായ ആനുകൂല്യങ്ങൾ പോലും മുടങ്ങുന്നുണ്ട്. ഇതാണ് പരാതികളായി പ്രധാനമായും എത്തുക. അതിനാൽ തന്നെ ഇതിന് ഉടൻ പരിഹാരം കാണാനാകില്ലെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ പോലും സമ്മതിക്കുന്നുണ്ട്. യാഥാർത്ഥ്യം ഇതാണെന്നിരിക്കെയാണ് കോടികൾ ചെലവഴിച്ച വീണ്ടും അദാലത്ത് മാമാങ്കം നടത്തുന്നത്. വർഷം തോറും കൊട്ടിഘോഷിച്ച് നടത്തുന്ന ഇത്തരം അദാലത്തുകളും നവകേരള സദസ്സുമൊക്കെ വെറും പ്രഹസനം മാത്രമായി മാറുകയാണ്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകാൻ പോലും കടമെടുക്കേണ്ട ഗതികേടിനിടെയാണ് ഈ രീതിയിൽ കോടികൾ ചെലവഴിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ആർ രാജീവ്, ജനം.